നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സന്തോഷം. നമ്മുടെ യാത്ര, ജൈത്രയാത്ര, ഈ ഓരോ ദിവസം ഓരോ വ്യത്യസ്തനായ അതിഥികളെ തേടിയുള്ള യാത്രയിൽ, വ്യത്യസ്തമായ അനുഭവങ്ങൾ തേടിയുള്ള യാത്രയിൽ ഇന്നത്തെ ആദ്യത്തെ അതിഥിയെ തേടി എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വളരെ ഫേമസ് ആയിരുന്നതാണ്. കാരണം ആക്കുളം. അപ്പോൾ ഇവിടെ ഈ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം വീട്ടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്തോ ഒരു അതിഥി ഇങ്ങനെ എഴഞ്ഞു വന്ന് കുറച്ച് വിറവ് ഇടപ്പുണ്ട്, അതിനിടെ കയറിയെന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞ് കറുപ്പാണെന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞ് അണലി പോലെ തോന്നുന്നു പറഞ്ഞു, പിന്നെ പറഞ്ഞ് മൂർഖനെ പോലെ തോന്നുന്നു, ഒന്നും ഉറപ്പില്ല. അങ്ങനെ ഒരു ഉറപ്പില്ലാത്ത സ്ഥലത്താണ് നമ്മൾ. പിന്നെ അവസാനം ഇവിടെ വന്നപ്പോൾ ചേരയാവാനും സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. അവർ നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. നമുക്ക് നോക്കാം നമ്മുടെ അതിഥി ആരാണെന്ന്. ഒരു വെറൈറ്റി ആയിട്ടുള്ള അതിഥിയെ പ്രതീക്ഷയാണ് എന്ന് യാത്ര ചെയ്യുന്നത്, അല്ലെങ്കിൽ വ്യത്യസ്തനായ ഒരു അതിഥിയെ തേടിയാണ് എൻ്റെ എന്നത്തെ ഒരു യാത്ര. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ അതിഥി ആരാണെന്ന്. പോകാം നമ്മുടെ അതിഥിയെ കണ്ട സ്ഥലത്തേക്ക്. അല്ല, ഇവിടെ പാമ്പില്ലാത്ത സ്ഥലമാണോ ടെൻഷൻ അടിക്കാനായിട്ട്? കണ്ടപ്പടി കരയണത് എന്തിനാണ്? പാമ്പ് എല്ലായിടത്തും ഉള്ളതല്ലേ, അങ്ങനെ കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇതെവിടെ കണ്ടെന്ന് പറഞ്ഞു? ഇതിനകത്തോ? കൊതുമ്പെടുത്ത കാണാൻ പറ്റുമോ? ഓ, കൊതുമ്പെടുത്ത കാണാം, പക്ഷെ കാണുന്നില്ല. നോക്കാം. ഇതിനകത്ത് വേറെ മാളമൊന്നുമില്ലല്ലോ. കയറിയ സമയം തൊട്ട് നിങ്ങളിവിടെ ഉണ്ടല്ലോ അല്ലേ? നിങ്ങൾ അങ്ങോട്ട് ഇരുന്ന് പോയിട്ടില്ലല്ലോ. നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഉറപ്പല്ലേ? മാറിയിട്ടൊന്നുമില്ലല്ലോ. ഇപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. നമ്മുടെ അവർ ഈ ക്ലാഞ്ഞിലിൻ്റെ അടിയിലുണ്ട്. അതാ, അയ്യോ, ഇവിടെ കണ്ടു. അതാ ക്ലാഞ്ഞിലിൻ്റെ അടിയിലുണ്ടെന്നാണ്. അപ്പോൾ എനിക്ക് താമസിച്ച് ഇല്ലയെന്ന് ഞാൻ പറയാൻ വന്നാൽ കണ്ടില്ലല്ലോ എന്ന്. അപ്പോഴാണ് അത് കറക്റ്റ് അവിടെ തലയിട്ടല്ല ചുറ്റിയിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ എലിമാളങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത്. കാരണം എലിമാളങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പണി കിട്ടും. അടിപൊളി. ഇതെവിടെ നമുക്ക് കാണാം. അത്ര വലിയ പണിയൊന്നുമില്ലായിരുന്നു ഞാൻ, എന്നാലും നല്ല ആരോഗ്യമുള്ള അതിഥിയാണെന്ന് തോന്നുന്നു. ഈ പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് വെച്ചാൽ അണലിയാണ് എന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ പറഞ്ഞ് മൂർഖനാണ്, അണലിയും മൂർഖനും ആവാമെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ വന്നാൽ പറഞ്ഞ് ചേരയാവുന്നത്. ഈ മൂന്നും കൂടെ ഒരുമിച്ച് കിട്ടുന്ന സംഭവം ആദ്യമായിട്ടാണ്. ഇപ്പോൾ അവർ ചേരയല്ലെന്ന് പറയുന്നുണ്ട്. അടിപൊളി. അതാ സൂപ്പർ. പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞ കണക്ക് ചെറുതൊന്നും അല്ല. വേണ്ട, അടിപൊളി പൂക്കി, അടിപൊളി. പൂക്കി, അടിപൊളി 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 അടിപൊളി. അപ്പോൾ നമ്മൾക്ക് എന്തായാലും അവർ വീട്ടുകാർ നോക്കി അമ്മ നമ്മൾ വന്നപ്പോൾ അമ്മ കരയുന്നുണ്ട്. പക്ഷേ അമ്മ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ പാമ്പുള്ള സ്ഥലമാണ്. പക്ഷേ എന്നാൽ അവരെ വീട്ടിൽ വന്നപ്പോൾ അവർക്കതൊരു വിഷമമായി മാറി. കണ്ടോ, ഇതിന് അറിയാലോ, ചെറിയ മൂർഖനൊന്നും അല്ല, നല്ല സൈസുള്ള. അതിലുപരി കണ്ട ദേഹത്തൊരു കണ്ടോ, മുഴയുണ്ട്. കണ്ടോ, ഇവിടെ ഒരു മുഴയുണ്ട്. കണ്ടോ, ദേഹത്തൊരു മുഴയുണ്ട്. അതുകൊണ്ട് ഇങ്ങോട്ട് പിടിക്കുമ്പോൾ പുറകോട്ടും ഇവിടെയൊക്കെ മുഴ കാണാൻ പറ്റും. ഇവിടെയൊക്കെ മുഴയുണ്ട്. ഇതൊന്നും പക്ഷേ അപകടകരമാവുന്ന മുഴയല്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഉള്ളതുണ്ടോ, ഫുഡിൻ്റെ ഒരു ചെറിയ പ്രശ്നമാണ്. ഫുഡ് കഴിക്കാനായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ വെള്ളത്തിൻ്റെ ഈ ഇൻഫെക്ഷനൊക്കെ ആയിരിക്കാം ഈ മുഴ, അല്ല മറ്റൊന്നും ആവാൻ സാധ്യതയില്ല. ഈ വേസ്റ്റ് വെള്ളം കുടിക്കുന്ന ജീവികൾക്കൊക്കെ ഇങ്ങനെ ഓരോരോ പ്രത്യേകത ഉണ്ടാകുന്നുണ്ട്. നോക്കി, ഒരു നല്ല സൈസാണ്. നിങ്ങൾ നീളം നോക്കി, ഏകദേശം 6 അടിയോളം. കണ്ടോ, 6 നീളം നോക്കി, നല്ല ഒത്ത നീളം. കണ്ടോ, ഒത്ത നീളം, എന്നെക്കാളും നീളമുണ്ട്. പെട്ടെന്ന് കണ്ട നമ്മൾ വിചാരിക്കും ഇത് ഫീമെയിലാണ്. പെട്ടെന്ന് കണ്ട തല കണ്ട പെട്ടെന്ന് പാമ്പിനെ പിടിക്കുന്ന ആൾക്കാർ കണ്ടുകഴിഞ്ഞവർക്ക് ഇത് ഫീമെയിലായിരിക്കുന്നത്. പക്ഷേ നല്ല ഒത്ത സൈസുള്ള കണ്ട ആരോഗ്യക്കുറവാണ്. പക്ഷേ ആരോഗ്യക്കുറവാണെങ്കിൽ ഗ്ലാൻഡ് നോക്കിയോ, കണ്ണിൻ്റെ പുറത്ത് ഗ്ലാൻഡ് ഇടുന്നത്, ആ ഗ്ലാൻഡ് നല്ല വീർത്തിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ വെനം നല്ല ഫ്രഷായിട്ട് ഫുൾ എഫക്റ്റ് ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ഉള്ളവർ പാമ്പിനെ കാണുന്നവർ അപൂർവം അനുഭവമൊന്നുമല്ല. കാരണം ഇവർ പുല്ലരിയാനൊക്കെ പണ്ട് ഇവിടെ എല്ലാ വീട്ടിലും പയ്യും ഉണ്ടായിരുന്നു. പുല്ലരിയാനൊക്കെ പോകുന്ന സമയത്ത് ആക്കുളം കായലിലൊക്കെ നീർനായും കാട്ടുപൂച്ചയും കുറുക്കനും അതുപോലെ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും പാമ്പുകളൊക്കെ ധാരാളമാണ്. പക്ഷേ ഇവിടെ ഇതൊരു പെരുമ്പാമ്പിനെ കണ്ടതായിട്ട് റിപ്പോർട്ടില്ല. ഇവിടെ ഇഷ്ടംപോലെ അണലി, മൂർഖൻ. ഈ അടുത്ത കാലത്ത് ഒരുവാൽക്കോട്ടിലൊരു പോത്തിന് അണലിയുടെ കടിയേറ്റ് ആ പോത്ത് മരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു 3-4 മാസം പോലും ആയില്ല. പക്ഷേ അതൊന്നും മൃഗങ്ങളായതുകൊണ്ട് നമ്മളാരും അറിയുന്നില്ല. ഇതുണ്ടോ, ഇപ്പോൾ ഇത്രയും സൈസുള്ള ഒരു മൂർഖനൊരു എന്താ പറയുക, ഈ പുല്ലറിയാൻ പോകുന്ന സ്ഥലത്തൊക്കെ നമ്മൾ അറിയാതെ ചെന്ന് ചവിട്ടുമ്പോഴോ അല്ലെങ്കിൽ അറിയാതെ ചെന്ന് പിടിക്കുമ്പോഴോ, പുല്ലറിയാനൊക്കെ പിടിക്കുന്ന സമയത്തൊക്കെ വേണമെങ്കിൽ നമുക്ക് ബൈറ്റ് കിട്ടാം. ഇത്രയും വലിയ അതിഥികളുടെയൊക്കെ നല്ല സൈസുള്ള അതിഥികളുടെ ബൈറ്റ് കിട്ടുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ കൂടുതലും ഡെപ്ത് വരുന്നത്.
അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. അദ്ദേഹത്തിന് ബോട്ടിച്ചേട്ടാ ബോട്ടിലിങ് തരാം. അപ്പോൾ നമ്മൾ ബോട്ടിലാക്കുകയാണ് അദ്ദേഹത്തിന്. എല്ലാ സൈസ് അതിലുപരി നല്ല എന്താ പറയുക, സാധാരണഗതിയിൽ നമ്മൾ കടിക്കണം എന്നുള്ള ചിന്ത ഉള്ള ആളല്ല. ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു. നമ്മളിവിടുത്തെ നല്ല സൈസുള്ള മുറുക്ക്, നല്ല പ്രായമുള്ള നല്ല നീളമുള്ള ഷാർഡിയുള്ള നീളമുള്ള മുറുക്കൻ അതിഥിയായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു. മറ്റൊരു അതിഥിയെ തേടി സ്നേക്ക് മാസ്റ്റർ ടീം ഒരുമിച്ച് അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവുന്നു. തിരുവനന്തപുരം ജില്ലയിൽ മൺമലയ്ക്കടുത്ത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ, അദ്ദേഹം വീട്ടിൻ്റെ മുറ്റത്ത് കൊച്ചുവട്ടം ഇറങ്ങുന്ന സമയത്ത് എന്തോ ഒരു അതിഥി ഇങ്ങനെ എഴഞ്ഞ് പത്തിയും വെള്ളത്തിൽ നേരെ ഉപയോഗശൂന്യമായ ഒരു ബാത്റൂമിനകത്ത് വരുന്നത്. അപ്പോൾ തന്നെ അദ്ദേഹം ബോർഡൊക്കെ വെച്ച് അടച്ചെന്നാണ് പറഞ്ഞത്. ഉപയോഗശൂന്യമായതാണ്. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. നമ്മൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പോകാം, നമുക്ക് നോക്കാം നമ്മുടെ അതിഥി ആരാണെന്ന്. വേനൽ കൂടുന്നു. ഇപ്പോൾ മഴ നമുക്ക് വളരെ കുറവായിരുന്നു, പക്ഷേ മഴയത്ത് നമുക്ക് നല്ല കോളുണ്ടായിരുന്നു. ഇപ്പോൾ വെയിൽ തുടങ്ങിയപ്പോഴത്തേക്ക് കോളോട് കോള്, അതുമാത്രം കൂടുതൽ കിട്ടുന്നതെല്ലാം കുഞ്ഞു കുട്ടന്മാർ. ഡെയിലി ഒരു 8-7 കുഞ്ഞു കുട്ടന്മാരെ കിട്ടുന്നുണ്ട്. ചിലർ പിടിച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെല്ലുക, എടുത്തിട്ട് വരിക, നമുക്കൊണ്ട് റിലീസ് ചെയ്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല, പോകാം നമുക്ക് നമ്മുടെ അതിഥിയുടെ അടുത്തേക്ക്. ഇത് എവിടെ നിന്ന്? ഇതിനകത്ത് തന്നെ ഉണ്ട്, പോയിട്ടില്ല. ആ സമയം എടുത്തിട്ട് നിങ്ങളിവിടെ ഉണ്ട്. ഇതൊക്കെ അടച്ചത് അപ്പോഴും നിങ്ങൾ തന്നെ അടച്ചാണോ? അപ്പോൾ ഈ ഗ്യാപ്പിൽ കൂടെ ഒന്നും പോയിട്ടില്ല. നിങ്ങളിവിടെ നോട്ടം മാറിയിട്ടില്ലല്ലോ. അല്ല, വലുത് അത്രയ്ക്ക് സൈസ് ഉണ്ടോ? പോവില്ലല്ലോ. ഓ, അങ്ങനെ ഇതിനകത്ത് നിങ്ങൾ വെളിയിലോട്ട് തട്ടി ഇറക്കാൻ നോക്കി, അപ്പോൾ പത്തി ഇവിടെ എത്തി. ഓക്കെ, അങ്ങനെ അതുകൊണ്ട്. അപ്പോൾ പക്ഷേ ഇതിലേക്ക് ചെറിയ ഗ്യാപ്പുകളുണ്ട് കേട്ടോ. അത് നോക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ അപ്പോൾ അങ്ങോട്ട് വേറെ പൈപ്പൊന്നും ഇല്ലല്ലോ, വെള്ളം പോകാണ്ട്? ഹോളൊന്നും ഇല്ലല്ലോ? ഇല്ല. അപ്പോൾ എന്തായാലും സമയം കളയുന്നില്ല, നമുക്കിതൊക്കെ മാറ്റി നോക്കാം. ഓരോന്നോരോന്നായിട്ട് നീക്കുകയാണ്. പൈപ്പ് അടച്ചിട്ടില്ല അല്ലേ? അപ്പോൾ വഴിയുണ്ട്. എന്താണെന്നറിയാം, ഇതിനകത്താണ് വരണമെന്ന് ഉറപ്പല്ലേ? ആ ഒരു പൈപ്പിനകത്ത് കയറിയെങ്കിൽ ഇവിടെ വരാനേ സാധ്യമുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ഇതങ്ങ് അടയ്ക്കാം. നമുക്ക് ഇത് ആദ്യം അങ്ങ് ബ്ലോക്ക് ചെയ്യാം. ഇതിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ട് വേണമെങ്കിലും പോകും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വാക്കത്തേറ്റ് അപ്പോൾ നമുക്കിതിനെ ഇതിനകത്ത് ഇത് അടയ്ക്കണം. കണ്ടോ, ഇതിനകത്ത് അടയ്ക്കണം. അടയ്ക്കാതിരുന്നാൽ അതിൽ കൂടെ ഇറങ്ങിപ്പോയാൽ നമ്മളറിയത്തില്ല. ഹോളില്ലെന്നാണ് പുള്ളി പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ ആ ഹോളങ്ങ് അടച്ചന്നെ. പുള്ളി പറഞ്ഞ് ഹോളില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നമ്മൾ നോക്കേണ്ട കാര്യമില്ല, ഹോളില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അടിപൊളി. നോക്കി, ഒരു കുഞ്ഞൻ എൻ്റെ പുള്ളി പറഞ്ഞതാ ബാസ്ക്കറ്റിനകത്ത്. ചെറിയ ഇതാണോ കണ്ടത്? ഇത്ര ഉണ്ടായിരുന്നല്ലോ ഉറപ്പാണോ? മുറുക്കൻ ഇത്ര ഉണ്ടെന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞു. നേരത്തെ പറഞ്ഞ കണക്കിനാണെങ്കിൽ സൈസ് കുറച്ചുകൂടെ ഉണ്ട്, പക്ഷേ പുള്ളി പറഞ്ഞു ഇതാണെന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്നുകൂടെ ചെക്ക് ചെയ്യും. കുഞ്ഞിനെ കണ്ടപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം, കുഞ്ഞായതുകൊണ്ട്. വേറെ ഈ അടുത്തടുത്ത് വല്ലതും കണ്ടോ ഇവിടെ? എങ്ങനെ നിങ്ങൾ വന്നതിന് ശേഷം എത്ര നാളെ ഇവിടെ താമസത്തിന് വന്നിട്ട്? ഒരു വർഷമില്ല കൊണ്ട്. നമ്മൾ എന്തായാലും ഇതിനെ കുഞ്ഞൊരു വയ്യായിക ഉണ്ട് കേട്ടോ. എന്തായാലും ഒരു ക്ഷീണം പോലെ കണ്ടോ. കുപ്പി ഇവിടെ ഉണ്ടോ? ഓക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ കിട്ടി. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല.
പിന്നെ ബോട്ടിലാക്കുന്നു. അത് പുള്ളി പറഞ്ഞ സൈസ് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി വലുതാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ പുള്ളി ഇത് കണ്ടപ്പോൾ ഇത് തന്നെ പറഞ്ഞു. അപ്പോൾ എന്തായാലും നോക്കേണ്ടതുണ്ട്, കാരണം ഡൗട്ടുള്ളതുകൊണ്ട് അല്ലെങ്കിൽ പുള്ളി ഒരു സംശയം പറഞ്ഞതുകൊണ്ട് നമുക്കൊന്നുകൂടെ നോക്കണം. അപ്പോൾ പുള്ളിക്ക് ആദ്യം നമ്മൾ കാണിച്ച സൈസ് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി സൈസുണ്ട്. പുള്ളി ഇതാണെന്ന് പറയുന്നാലും നമുക്ക് അല്പം സാധനം കൂടെ അതിനകത്തുള്ളൂ. അതൊന്ന് മാറ്റി നോക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കാണുന്നില്ല, പക്ഷേ ഇതിനകത്തൊരു പൈപ്പുണ്ട്. പുള്ളി പറഞ്ഞ സൈസ് ഉള്ളതുകൊണ്ട് എനിക്കൊരു സംശയം. അങ്ങനെ നമ്മൾ ഇതിലേക്കാണ് വെള്ളം വരുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് സീൽ ചെയ്തിട്ട് നമുക്കൊന്ന് വെള്ളം ഒന്ന് നിറച്ച് നോക്കാം. ഇതിനകത്ത് വെള്ളം നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഇത് നമുക്കതൊന്ന് നോക്കാം. അതിനകത്ത് വെള്ളം പുള്ളി പറഞ്ഞ സൈസ് കുറച്ച് ഇത്രയും സൈസ് പറഞ്ഞിട്ട് നമുക്ക് നോക്കാനുള്ളത്. പക്ഷേ ഇത് കണ്ടപ്പോൾ ഇത് തന്നെയൊന്നും പറയുന്നില്ല. പക്ഷേ എന്തായാലും നമുക്ക് ആ ഒരു പൈപ്പും കൂടി നോക്കാം. ഒഴിഞ്ഞിടക്കുന്ന പറമ്പൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇതിനകത്തൊരു ഹോളുണ്ട്. ഇതിനകത്തൊന്ന് പൈപ്പൊന്ന് കയറ്റി വിട്ട് അതിനകത്തുണ്ടെങ്കിൽ അറിയാം. നമുക്ക് പോയിട്ടില്ലെങ്കിൽ വെള്ളം ഒഴിച്ച് നോക്കി, നല്ല പ്രഷറിൽ വെള്ളം ഒഴിച്ചായിരുന്നു, ഒന്നും കാണുന്നില്ല. പിന്നെ നമുക്ക് ആ പൈപ്പിൽ പിന്നെ ഉണ്ടെന്ന് പറയാം. പിന്നെ ക്ലോസറ്റിനകത്ത് പോകാം. കാരണം ഞാൻ പുള്ളി വിളിച്ചപ്പോൾ ചോദിച്ചിരുന്നു നമ്മളുണ്ടെങ്കിൽ. കാരണം വെച്ചാൽ പുള്ളി പറഞ്ഞ സൈസ് വെച്ച് നോക്കിയപ്പോൾ സംശയം. ഇത് പുള്ളി പറഞ്ഞ ചെറിയ സൈസ് ഇത്രയല്ലേ ഉള്ളൂ. ഇപ്പോൾ നല്ല സൈസ് ഉണ്ട്, 10 ഇടുന്നു. ഒന്നാണെന്ന് അറിയില്ല, പഠിച്ചു. എന്തായാലും കാണുന്നില്ല. അപ്പം നമുക്ക് എന്തായാലും ഒരു ചെറിയ സംശയം കൂടി, നമ്മൾ പോയിട്ട് പിന്നെ നമ്മളെ വിളിച്ച് നമ്മൾ വേറെ എവിടെയെങ്കിലും. അപ്പോൾ അതുകൂടെ ഒന്ന് നോക്കിയിട്ട് നമ്മൾ ക്ലോസറ്റിനകത്ത് വെച്ചാൽ വെള്ളം നിറച്ച് നോക്കാം. അപ്പോൾ നമ്മളെന്തായാലും അതിനകത്ത് നമ്മളിപ്പോൾ കണ്ട സൈസ് പറഞ്ഞാൽ നമ്മളിതൊക്കെ നോക്കിയില്ലേ, നമ്മളത് മാത്രം എടുത്ത് നമ്മളങ്ങ് മടങ്ങിയേനെ. അപ്പോൾ നിങ്ങൾ സൈസ് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ നമുക്ക് ഡൗട്ട് വന്നു. അപ്പോൾ നമ്മളിപ്പോൾ ക്ലോസിനകത്ത് വെള്ളം നിറച്ചില്ല, ഈ പൈപ്പിനകത്ത് നമ്മൾ വെള്ളം നിറച്ചില്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനുള്ളത് നമ്മൾ നിറച്ച് വെള്ളം കയറ്റി നോക്കി അതിനകത്തില്ല. അപ്പോൾ ഇതിനകത്തൊന്നുമില്ല. അപ്പോൾ ഇത് തന്നെയായിരിക്കും. പെട്ടെന്ന് പേടിച്ച് കണ്ടപ്പോഴത്തേക്ക് സൈസ് വന്നിയായിരിക്കും. അപ്പോൾ നമ്മളെന്തായാലും സമയം കളയുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ ബാത്റൂമിനകത്ത് ഏകദേശം 2 മാസത്തോളം പ്രായം വരുന്ന ഒരു കുഞ്ഞു മൂർക്കൻ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു. ഇനി ഒരുപാട് കോളുകൾ വെയിറ്റിങ്ങിലുണ്ട്. മറ്റൊരു അതിഥിയെ തേടി സ്നേക്ക് മാസ്റ്റർ ടീം ഒരുമിച്ച് അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവും. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ അടുത്ത അതിഥിയെ തേടി എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പരുത്തിപ്പാറ എന്നുള്ള സ്ഥലത്ത് ഒരു പ്രിയപ്പെട്ട സാറിൻ്റെ വീട്ടിൽ പുറകിൽ അടുക്കളയുടെ പുറകിൽ ചെറിയൊരു ഡോറിൻ്റെ മേളിൽ ഫ്രണ്ടിൽ ചെറിയൊരു ഹാഫ് ഡോറുണ്ട്. അതിൻ്റെ മേളിലൊരു അതിഥി ഇരിക്കുന്നു, ഒരു കുഞ്ഞൻ അതിഥി ഇരിക്കുന്നു എന്ന് പറഞ്ഞ് വിളിച്ചെന്തായാലും നമ്മൾ ആ സ്ഥലത്തെത്തി. സാറ് അവിടെ തന്നെ നോക്കി നിൽക്കണം. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. നമുക്ക് നമ്മുടെ അതിഥിയെ കണ്ട സ്ഥലത്തേക്ക് നോക്കാം. നമ്മുടെ അതിഥി ആരാണ്? ഇവിടെ ഇതിന് മുന്നേ ഞാൻ വന്നിട്ടുണ്ടോ? എത്ര വർഷമായി കാണും? ഒരു ഉദ്ദേശം 4-5 വർഷം മുമ്പ്. രാത്രിയിലാണ്. ഈ മതിലിൻ്റെ സൈഡിൽ ഇവിടെ ഒരു ഹോൾ ഉണ്ടായിരുന്നു. നമ്മളിവിടെ മൊത്തം നോക്കി, എന്നിട്ട് കിട്ടിയില്ല അല്ലേ? രാത്രി ഒരുപാട് സമയം നമ്മൾ നോക്കി, ചപ്പക്കൊട്ടി ആ KCBയുടെ അടുത്തുള്ള മതിലെല്ലാം നമ്മൾ അതല്ലേ. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ എന്തോ ഒരു മാറ്റമുണ്ട് അല്ലേ? അന്നത്തെ ഒരു ഇതുണ്ടായിരുന്നു അല്ലേ? അതാണ് ഞാൻ പുറകിൽ കുറച്ച് ചപ്പ കാടൊക്കെ കിടക്കായിരുന്നു. ഇതെവിടെ കണ്ടെന്ന് വെച്ചാൽ ആ സമയം തൊട്ട് സാർ വിളിച്ച സമയം തൊട്ട് ഇങ്ങനെ ഇരിക്കുകയാണോ? അനങ്ങിയിട്ടില്ല. സാറ് പറഞ്ഞതെന്ന് വെച്ചാൽ ഡോറ് തുറന്ന് കിടക്കുന്നത് അടുക്കളയാണ്. മോള് തുണി അലക്കാൻ വേണ്ടി ബക്കറ്റ് കൊണ്ട് ഇതിലേ പോയപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് കാണുന്നത്. നമ്മൾ ചിലപ്പോൾ അറിയാതൊക്കെ ഇങ്ങനെ ഒന്ന് ചാരിയൊക്കെ കഥയൊക്കെ പറയുന്ന സമയത്തൊക്കെ നമുക്ക് കൂടുതലും കടിയിട്ട്. ഇപ്പോൾ ഒരിക്കലും ഇവിടെ ഇങ്ങനെ ഇരിക്കുമെന്നുള്ള പ്രതീക്ഷ എന്തായാലും ഇവർക്കില്ല. ഇവരൊരിക്കലും പ്രതീക്ഷയില്ല. ഇങ്ങനെ ഒരു സാധനം ഇരിക്കുന്ന ആരെങ്കിലും പ്രതീക്ഷ. അപ്പോൾ ഇപ്പോൾ സാറ് പുറത്തുനിന്ന് മോൾ ഇവിടെ നിന്ന് സംസാരിച്ചുകൊണ്ട് തന്നെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് അതിഥികളുടെ ഇരിപ്പ്. ഓക്കെ, പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ നമ്മൾ ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു 2-3 മാസം കൂടി ഇപ്പോൾ നമ്മളെ മൂർക്കൻ പാമ്പ് അതിഥിയുടെ മുട്ട വിരിഞ്ഞ് കഴിഞ്ഞു. ഇനി മുട്ട വിരിയാനായിട്ടില്ല, നമ്മൾ ഒരു മുട്ടയും വിരിയാനായിട്ടില്ല. അപ്പോൾ ഇനി അവർ സഞ്ചരിച്ച് പോയിട്ട് ഇതുപോലെ ഹൈറ്റിൽ ഇങ്ങനെ കയറി. ഇപ്പോൾ ഇത് അറിയത്തില്ലല്ലോ. ഇപ്പോൾ അടഞ്ഞിരുന്നെങ്കിൽ ഇത് അടഞ്ഞാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കയറാം,
ഇവിടെ നിന്ന് ഇവിടെ കയറി ഇങ്ങനെ ഇരിക്കാം, അറിയത്തില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തുറക്കുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധിക്കത്തില്ല, തുറന്നങ്ങ് വയ്ക്കും, അവർ ഇറങ്ങി വെളിയിലോട്ട് ഇവ അകത്ത് വീഴാൻ സാധ്യത. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ കുഞ്ഞനാണ്, നമ്മുടെ കുഞ്ഞൻ അതിഥിയാണ്, ബേബിയാണ് കുഞ്ഞൻ. ഇത് തന്നെ അന്ന് കണ്ടത് 1 മാസമെങ്കിൽ ഇത് തന്നെയാണ്, ഒരു സംശയമില്ല. എന്നറിയാമോ? ഇത് ഇപ്പോൾ 2 മാസം പ്രായമേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാമല്ലോ, നമുക്കിവിടെ ഇപ്പോൾ ഒരുപാട് കുഞ്ഞന്മാരെ കിട്ടുന്നുണ്ട്. ഒരു കുഞ്ഞൻ അതിഥി, നല്ല ഭംഗിയുള്ള അതിഥി, കണ്ടല്ലോ, നല്ല ഭംഗിയൊക്കെ ഉണ്ടാകും, പക്ഷേ കടി കിട്ടുമ്പോൾ ഒരു സുഖം ഉണ്ടാകത്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സൂക്ഷിക്കുന്ന ഒരു കാരണം വെച്ചാൽ മണ്ടത്തരം കാണിക്കാതിരിക്കുക, സൂക്ഷിക്കുക. അതുപോലെ തന്നെ തുണിയൊക്കെ നമ്മൾ അലക്കാനൊക്കെ കൊണ്ടുവരുന്ന തുണികൾ താഴെ ഇട്ടിട്ട് വാഷിംഗ് മെഷീനകത്തെടുത്താൽ എടുത്ത് ഇവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കും, ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെക്കണം. അതുപോലെ തന്നെ നമ്മൾ ബക്കറ്റിൽ തുണി വെച്ചിട്ട് തുണി ഇങ്ങനെ ഒരുമിച്ച് കൈയിട്ട് വാരി എടുക്കരുത്, അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. അതെല്ലാം ഓരോ തുണിയായിട്ടാണ് നമ്മൾ എടുത്ത് കുടഞ്ഞ് നോക്കാനായിട്ട്. പിന്നെ 100% ഉറപ്പായിട്ടും ചപ്പലുകൾ, ഷൂ, ഇതൊക്കെ നമ്മൾ താഴത്ത് വെക്കണത് നിർബന്ധമായിട്ട് നിർത്തലാക്കണം. അതിലൂടെ ഇപ്പോൾ ഈ വീട്ടിൽ നമ്മുടെ സാറിൻ്റെ വീട്ടിലേക്ക് അകത്തോട്ട് കയറേണ്ട ഒരു വഴിയില്ല, നല്ല ടൈറ്റായിട്ടുള്ള വാതിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു പതിയിൽ റീപ്പർ വെച്ചിരിക്കണം, ഒരു റീപ്പർ വെച്ച് ബ്ലോക്ക് ചെയ്യണം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. ഇവിടെ ഇപ്പോൾ അറിയാം, നമ്മൾ വീട് നല്ല വൃത്തിയായിട്ട് നടക്കുന്ന വീടാണ്, നല്ല ഹൈജീൻ, ഒരു അഴുക്കില്ലാത്ത വീടാണ്, നല്ല ടൈലിട്ടിരിക്കുന്ന വീട്. അപ്പോൾ വെട്ടം നന്നായിട്ടുണ്ട്, എവിടെയെങ്കിലും എന്തെങ്കിലും ഇരുന്നാൽ കാണാം. പക്ഷേ അടുത്ത് ഒരു വലിയ പറമ്പാണ്, അറിയാലോ, നമ്മുടെ KSBയുടെ ക്വാർട്ടേഴ്സാണ്. അവിടെ വലിയ പറഞ്ഞു, ഞാൻ ഈ അടുത്ത കാലത്ത് മാമനെ കണ്ടെന്ന് പറഞ്ഞ് പല സ്ഥലത്തും അവിടെ വന്നു, പക്ഷേ കിട്ടിയില്ല. അവിടെ നല്ല പറമ്പ് കാട് കയറി കിടക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മളെന്തായാലും സമയം കളയുന്നില്ല, നമ്മളതിൻ്റെ ബോട്ടിലാക്കണം. ബോട്ടിലേക്കാണ് ഇതേപോലെ കണ്ടതല്ലേ. കുഞ്ഞന്മാരുടെ ഒരു തരംഗമാണ് ഇപ്പോൾ, ഒരുപാട് പേര് പിടിച്ചു വെക്കുന്നുണ്ട്, പിടിച്ചു വെച്ചിട്ട് അടുത്ത അതിഥികളെ ഏൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല, നമ്മുടെ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു. മറ്റൊരു അതിഥിയെ തേടി സ്നേക്ക് മാസ്റ്റർ ടീം ഒരുമിച്ച് യാത്രയാവുന്നു.